channel QB Wings. നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. വളരെ വ്യത്യസ്തമായിട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് നമ്മൾ കുക്കിംഗ് വീഡിയോ ചെയ്യാൻ പോണേ. നമ്മുടെ മാസ്റ്റർ ഷെഫ് എന്റെ സ്വന്തം ഇച്ചാനാണ് ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് എന്താ കുക്ക് ചെയ്യാൻ പോണേ? ഇന്ന് നമ്മൾ എന്റെ ഒരു ഓൺ റെസിപ്പിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഫിഷ് കോക്കോ ലീഫ്. അതെ, അതൊരു പുതിയ നിങ്ങൾ കണ്ടോ? ഞാനത് നമ്മുടെ ഒരു വെറൈറ്റി സാധനമാണ്. നമുക്ക് കണ്ടു നോക്കാം. കാണാം. കമോൺ. നമ്മള് ഇന്നുള്ളത് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് ജിസയുടെ വീട്ടിലാണ്. ഞങ്ങളുടെ സ്വന്തം പാപ്പൻ. പുതിയൊരാളെ ഞങ്ങളുടെ വീഡിയോയിലോട്ട് പരിചയപ്പെടുത്തി തരാം. അപ്പൊ ഇതാണ് നമ്മുടെ സ്വന്തം പാപ്പൻ. പാപ്പ ഞങ്ങളെ ഒരു കുക്കിംഗ് പരിപാടി ആയിട്ട് വന്ന അവിടെ കുക്ക് ചെയ്യാൻ പോവന്ന്. സാധനമൊന്നല്ല, ഞങ്ങൾ ചൂണ്ടിട്ട് പിടിച്ച മീനാ. നിങ്ങളോ? ഇവിടെയോ? പിന്നല്ലാണ്ട് കൈപ്പോയില് രാവിലെ എന്നടാ ബ്രിട്ടോ, നിനക്കൊല്ല പരിപാടി അറിയാമോ? കണ്ട വെയിറ്റ് ചെയ്യുക. അപ്പൊ അത് കാണാൻ പോണ പോലും പറഞ്ഞറിയിക്കണം. ഇന്നിപ്പോ നാട്ടുകാരെല്ലാം കൂടെ ഓടിച്ചിട്ട് ഇരിക്കുമെന്നുള്ളത് അറിയാൻ പാടില്ല. നമുക്ക് നോക്കാമേ. മാസ്റ്റർ ഷെഫ് കളരിയിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്താ ഒരു പിടിയില്ല. അപ്പൊ എന്താണ് ഷെഫ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് കോക്കോ ലീഫ് എന്ന എൻ്റെ ഒരു ഓൺ റെസിപ്പിയാണ്. ഇതില് കോക്കനട്ട് ക്രീം ഒഴിക്കുന്നുണ്ട്. നമ്മുടെ ബനാന ലീഫിലാണ് ഇത് റാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രില്ല് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ഈ പേരിട്ടത്. എന്നെ ഈ മീൻ ഇന്ന് ഞങ്ങൾ രാവിലെ തൊട്ട് ഒരുപാട് പാടുപെട്ട് ചൂണ്ടയിട്ട് പിടിച്ചതാണ്. ഒത്തിരി നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടതിന് വേണ്ടിയിട്ട്. എത്ര ചൂണ്ട ഒടിഞ്ഞു? അതെ, 2-3 ചൂണ്ട പൊട്ടിച്ചോണ്ട് പോയി. ലാസ്റ്റ് ഞങ്ങൾക്ക് കിട്ടി 3 മീനെ ഞങ്ങൾക്ക് കിട്ടി. ഈ വാട്ടക്കാറ്റിനുള്ളിൽ ചൂണ്ടിടാൻ പറ്റും. ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച മീനാ. മീനെന്താ കൈ കാലിട്ട് അടിച്ചു കാണിച്ചോ? എന്റെ പൊന്നിയായിട്ട് അത് കടയിൽ നിന്ന് മേടിച്ചാന്ന് പറഞ്ഞു. അവിടെ അറിയാട്ടോ, പണി അറിയാട്ടോ. നമ്മളിങ്ങനെ വരഞ്ഞ് വെച്ചിട്ട് ആദ്യം പൊടികളൊക്കെ ഒന്ന് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്രേവി റെഡിയാക്കാനുണ്ട്. ആ മീനിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടി തിരുമ്മി വെക്കാൻ പോകണം കുറച്ച് നേരത്തേക്ക്. അപ്പോൾ പാപ്പനാണ് എന്നെ സഹായിക്കുന്നത്. പാപ്പന് ഉപ്പിട്ട് കഴിഞ്ഞ് നല്ല വാഴയിലാണ് കേട്ടോ. സൂപ്പർ വാഴയില. ഈ വാഴയുടെ പേരാണോ സൂപ്പർ? സൂപ്പർ വാഴയില. ഫ്രീസിൽ വെച്ച വാഴയുടെ അടുത്തുണ്ടോ സൂപ്പർ വാഴ. മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. മുളക് പൊടി മിക്സ് ചെയ്യാണ്. ഒരുപാട് മുളക് പൊടി നമ്മൾ ചേർക്കുന്നില്ല, കാരണം ഇനി നമുക്ക് ഇതിന്റെ അതിന്റെ കണ്ണൊക്കെ നോക്കിട്ട് 2 ദിവസം മുമ്പ് വള്ളത്തിൽ കയറിയ മീനാന്ന് കൊണ്ടുള്ളത്. നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നല്ല ചതച്ച ക്രഷ് ചെയ്തെടുത്ത കുരുമുളക് പൊടിയാണത്. നാട്ടിൽ നോക്കാനൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ നമ്മൾ സംഭവങ്ങളൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. പൊടികളൊക്കെ മിക്സ് ചെയ്തിട്ട് ഇനി ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ആഡ് ചെയ്തു? മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്. ആദ്യം തിരുമ്മി വെച്ച മീൻ അവിടെ പൊതിപ്പിച്ച് കിടത്തിയിട്ടുണ്ട് വാഴയിലയിൽ. അടുത്തത് ഷെഫ് എന്താ ചെയ്യാൻ പോണേ? ഇതിന് നമുക്കൊരു കൂട്ട് തയ്യാറാക്കാനുണ്ട്. അതിനുള്ള സംഭവങ്ങളാണ് ഈ വെച്ചിരിക്കുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, കുഞ്ഞുള്ളി, തക്കാളി, ക്യാപ്സിക്കം, കുടംപുളി, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിൻ്റെ കൂട്ട് തയ്യാറാക്കാനായിട്ട് വേണ്ടത്.
ഇതിന്റെ പേരെന്താ? ഫിഷ് കൊക്കോ ലീഫ്. പറഞ്ഞേ. ഗുഡ്. വെരി ഗുഡ്. നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മുടെ എണ്ണ ഏകദേശം ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ഈ അരിഞ്ഞു വെച്ച കുഞ്ഞുള്ളി ചേർക്കാം. കടുക് ചേർക്കാം കേട്ടോ. വേണ്ട. കടുക് വേണ്ട. ഈ റെസിപ്പിയിൽ കടുകില്ല. ഇവിടെ നമുക്ക് ഫ്രഷ് കുഞ്ഞുള്ളി ഒന്നും കിട്ടാറില്ല. നമ്മൾ ഫ്രോസൺ ആണ് മേടിക്കാറ്. കുറച്ച് തീ കൂട്ടി വയ്ക്കാം. നമ്മളിപ്പോ ഇത് എന്തിനാ ഉണ്ടാക്കുന്നത്? പിന്നെ ഇതെന്തിനാ? ഇത് കൂട്ടാണ്. ഇത് നമ്മൾ മീനിൽ പരത്താനുള്ള കൂട്ടാണ്. ഇത് മീനിൽ പരത്തിയിട്ടാണ് നമ്മൾ മീൻ ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുള്ളി ഏകദേശം മൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ചേർക്കുവാണ്. പാപ്പ എന്താ പാപ്പ തിന്നണേ? ഇതൊന്നും കിട്ടിയിട്ടൊന്നും ജീവിക്കുമ്പോൾ ഇന്ന് പട്ടണം എനിക്ക് തോന്നുന്നില്ല. നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കാശ്മീർ ചില്ലിയാണ്. സാധാ ചില്ലി പൗഡർ അല്ല, കാശ്മീർ ചില്ലി. കുറച്ച് കളറോടെ കിട്ടാനായിട്ട് കാശ്മീർ ചില്ലിയാണ് ചേർക്കുന്നത്. 3.5 സ്പൂൺ കാശ്മീർ ചില്ലി ചേർത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞപ്പൊടി കൈക്കണക്ക്. മഞ്ഞപ്പൊടി നമ്മൾ കൈക്കണക്ക് ഏകദേശം. നമ്മുടെ പൊടികളൊക്കെ പച്ചമണം മാറി ശരിക്കും വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ തക്കാളി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ സംഭവങ്ങളൊക്കെ ശരിക്കും വഴണ്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ലാസ്റ്റത്തെ ഐറ്റം കൂടി ചേർക്കുകയാണ്. എന്താണ് ഐറ്റം? നമ്മുടെ കുടംപുളി തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കുടംപുളിയാണ്. ആ വെള്ളം ഉൾപ്പെടെ നമ്മൾ ചേർക്കുകയാണ് കേട്ടോ. പൃഥ്വിയുടെ കരിക്കട്ടയായിട്ട് എന്തോ വമ്പം പരിപാടി ഒപ്പിക്കാൻ പോണേ. ബമ്പം പരിപാടി. ഇതാണ് നമ്മുടെ ബാർബിക്യൂന്റെ ചാർക്കോൾ. അപ്പൊ നമ്മുടെ സാധനം തീപ്പന്തം. വാഴയിൽ ഒന്ന് വാട്ടി എടുക്കുകയാണ്. ഇത് എവിടെ ഈ വാഴയില കിട്ടിയ? വാഴയില ഇവിടെ ഒരു ഏഷ്യൻ സൂപ്പർ മാർക്കറ്റിൽ മേടിച്ചതാണ്. ഓക്കെ. ഫ്രോസൺ. ഒരു പാക്കറ്റ് വാഴയിലേക്ക് 200 രൂപ. ഇന്ത്യൻ മണി 200 രൂപ. നമ്മുടെ ഈ കാണുന്നതാണ് പാപ്പൻ്റെ വിശാലമായിട്ടുള്ള തോട്ടം. പാപ്പന് കൃഷിയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. നാട്ടിലത്തെ പോലെ പറ്റുന്ന പോലെ ഉള്ള സ്ഥലത്ത്. കണ്ടോ, ഇതൊക്കെ സ്ട്രോബെറി ആണ്. ഇത് കൂണ്, ചീര, ചുവന്ന ചീര. ആ, ഇത് നാട്ടിൽ നിന്ന് കൊടുന്ന ചീരയാണ്, ചുവന്ന ചീര. അപ്പൊ തയ്യാറാക്കി വെച്ച ഈ കൂട്ട് ഈ മീനിലേക്ക് മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മുടെ ഫിഷ് റാപ്പ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. നമ്മൾ ഇനി ഗ്രില്ലോട്ട് വെക്കാൻ പോവാണ്. ഇത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് ശരിയായോ ഒന്ന്. കോക്കനട്ട് മിൽക്ക് ചേർത്ത് കൊടുക്കണം. യെസ്. നമ്മളിപ്പോ ഇതില് ക്യാപ്സിക്കം, സവാള, പിന്നെ കോക്കനട്ട് മിൽക്ക് അങ്ങനെ എല്ലാം ഇട്ട് വീണ്ടും റാപ്പ് ചെയ്ത് നമ്മൾ തിരിച്ചു വെക്കാൻ പോവാണ്. സംഭവം എന്നാന്ന് നോക്കട്ടെ കേട്ടോ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പത്തെ വീട്ടിൽ തന്നെ ഉള്ളൂ. ഓ പൊളി 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 പൊളി. 1.5-2 മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഫിഷ് കോക്കോ ലീഫ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇച്ചിരി ലൈറ്റ് കുറവായിട്ടായിരിക്കും കാണുന്നത്. ഇവിടെ ചെറുതായിട്ട് ഇരുട്ടായി തുടങ്ങി. ഫിഷ് കോക്കോ ലീഫ് റെഡി ആയിട്ടുണ്ട്. ഇതിന് വിഷന്റെ മാറ്റി അടിപൊളി മണം കേട്ടോ. വാഴയില വാടിയ മണം. പാപ്പ തന്നെ അതൊരു പീസ് കഴിച്ചിട്ട് അഭിപ്രായം പറയാം. ഒന്നും പറയാനില്ല. എന്തൊക്കെയോ നിനക്കറിയാം. പൊളി. പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടല്ലേ.
നല്ല പുളി, സവാളയുടെ രുചി, വാഴയില വാട്ടേന്റെ രുചി, തേങ്ങാപ്പാല്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇച്ചിരി സമയം എടുക്കും, ഇച്ചിരി ടൈം കൺസ്യൂമിംഗ് ആണ്. ഞങ്ങൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്തു, 2-2.5 മണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. പക്ഷെ സംഭവം പൊളിയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറ. ഫിഷ് കഴിക്കില്ല? ഫിഷ് കഴിക്കാത്ത പ്രക്ഷോഭം വരെ ഇത് കഴിക്കും. അയ്യോ അടിപൊളി. സാധാരണ പ്രക്ഷോഭേട്ടൻ ഫിഷ് കഴിക്കാറില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഫിഷ് കഴിക്കുന്നത്. പറഞ്ഞായിരുന്നു കൊള്ളില്ലെങ്കിൽ കഴിക്കില്ല, നല്ലതാണെങ്കിൽ മാത്രമേ കഴിക്കൂ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറഞ്ഞല്ല, പോളി സാധനം ട്രൈ ചെയ്ത് നോക്കട്ടോ. എന്റെ കിട ഉണ്ടാക്കിയോണ്ട് പറയില്ല, അടിപൊളിയാണ്. കൊച്ചിലെ മീന് മീൻ വലിക്കുന്നു. ഇതിന്റെ പേരെന്നാ? ഫിഷ് കോക്കോ ലീഫ് പറഞ്ഞേ. അത് തന്നെ. അപ്പൊ പറഞ്ഞോ എങ്ങനെയുണ്ട്? പൊളി. അപ്പോൾ ഫിഷ് കോക്കോ ലീഫ് പൊള്ളിച്ചെടുത്ത ഒരു പൊളി ഐറ്റം തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ വയറ് നിറച്ചടിച്ച് കയറ്റി. പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് ഇരുട്ടായി പോയി, അതുകൊണ്ട് വൈൻഡപ്പ് എടുക്കാൻ പറ്റിയില്ല. സോ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഇല്ലേ, അതുകൂടി ഒന്ന് അമർത്തി തരാം കേട്ടോ. ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.